ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുമ്പോൾ ഇസ്ലാമിക സംഘം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ വാക്ക് ഉറുദുവാണ്. മൊത്തം ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ മുമ്പിൽ കാണുമ്പോൾ ഒരു പൊതുഭാഷ എന്ന നിലക്ക് പേരുകളും പ്രയോഗങ്ങളും ഒരു അഖിലേന്ത്യാ തലത്തിൽ ചിന്തിക്കുമ്പോൾ ഉറുദുവാകുന്നതിൽ ഒരസാങ്കത്യവുമില്ല. അപ്പൊ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്നാണ് ഈ സംഘടനയുടെ ശരിയായ ാകുന്നത്. ആ സംഘം ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളിൽ പണിതുയർത്തപ്പെടുമ്പോഴാണ്. പണിതുയർത്തപ്പെടുക മാത്രമല്ല, അങ്ങനെ നിലകൊള്ളുകയും ചെയ്യുമ്പോഴാണ് ഒരു സംഘം ഇസ്ലാമികമാകുന്നത്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ അവലംബിച്ച് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. ജമാഅത്തിൻ്റെതായ സ്വന്തം കാര്യങ്ങളല്ല ഈ നാട്ടുകാരോട് എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളല്ലാതെ നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ടവരുമായ ആളുകളെ മൊത്തം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രയോഗിച്ചിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ നാട്ടുകാരോട് പറയാനുള്ളത് ഇസ്ലാമിനെ സംബന്ധിച്ച കാര്യങ്ങളാണ്. ഇസ്ലാമിനെ സംബന്ധിച്ച കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെയും ജീവിതാനന്തരമുള്ള ജീവിതത്തെയും സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഞാനതിന്റെ ഓരോന്നും ഒരു അക്കാദമിക സ്വഭാവത്തിൽ വ്യവസ്ഥാപിതമായി അവതരിപ്പിക്കാൻ നമ്മുടെ ഈ സമയക്രമം അനുവദിക്കില്ല. അതുകൊണ്ട് പൊതുവെ പ്രസക്തം എന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇസ്ലാമികമായ അടിസ്ഥാനങ്ങളിലാണ് ജമാഅത്തെ ഇസ്ലാമി നിലകൊള്ളുന്നത് എന്ന്. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രണ്ടെണ്ണമാണ്. ഒന്ന് ഖുർആനാണ്, രണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. ഈ രണ്ടും ഉൾക്കൊണ്ടുകൊണ്ട് ഈ രണ്ടിനും എതിരാവാത്ത കാര്യങ്ങളിലെ മറ്റു കാര്യങ്ങൾ ഒരു ഇസ്ലാമിക സംഘത്തിന് സ്വീകരിക്കാൻ നിർവാഹമുള്ളൂ. ഇതാണ് നമ്മുടെ ശ്രദ്ധയിലുണ്ടാവേണ്ട പ്രാഥമികവും എന്നാൽ മൗലികവുമായ ഒന്നാമത്തെ കാര്യം. അപ്പൊ ഇസ്ലാമിക പ്രസ്ഥാനം ഒരു ദീനീ പ്രസ്ഥാനമാണ്. ദീനീ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ദീൻ അല്ലെങ്കിൽ ഇസ്ലാം എന്നൊക്കെ നമ്മൾ സാധാരണ പ്രയോഗിക്കാറുള്ളത് ഓരോരുത്തരും അവരവർ മനസ്സിലാക്കി വെച്ചതനുസരിച്ച് ആണ് കാര്യങ്ങൾ ഉൾക്കൊണ്ടുപോകുന്നത്. ഞാൻ അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഈ കാര്യങ്ങൾ നമ്മളെ എങ്ങനെ പഠിപ്പിച്ചു തന്നോ ആ ഒരു സ്വഭാവത്തിൽ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിക്കണം എന്ന് പൊതുവായിട്ട് ഇവിടെ ആഹ്വാനം ചെയ്യുന്നു. അതിന്റെ ചില സാമ്പിളുകൾ കുറഞ്ഞ സമയത്ത് പറയാൻ പറ്റിയ കുറച്ച് വശങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അതായത് ഇസ്ലാമിക പ്രസ്ഥാനം ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ അവലംബിച്ച് നിലകൊള്ളുന്നു എന്ന് പറഞ്ഞപ്പോ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ഖുർആനും സുന്നത്തും എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന മനുഷ്യന്റെ പ്രകൃത്യാ തന്നെയുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമായി നൽകിയതാണ്. ഇത് ആദ്യത്തെ ഉത്തരമല്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഭൂമിയിലെ ഒന്നാമത്തെ മനുഷ്യൻ ഒന്നാമത്തെ പ്രവാചകനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നിഷ്ടങ്ങളെ പിൻപറ്റി, സ്വന്തം ഇച്ഛയെ പിൻപറ്റി, അല്ലെങ്കിൽ സ്വന്തം അഭിപ്രായത്തിൽ നിന്ന് രൂപീകരിക്കുന്ന കാഴ്ചപ്പാടുകളെ പിൻപറ്റി, അല്ലെങ്കിൽ തന്നെ പോലെയുള്ള വേറൊരു മനുഷ്യന്റെ ഊഹങ്ങളും നിഗമനങ്ങളും അനുമാനങ്ങളും അടിസ്ഥാനപ്പെടുത്തി അതിനെ അവലംബിച്ച് അങ്ങനെ ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കുന്നത് ഒരു നിമിഷം പോലും അള്ളാഹു അനുവദിച്ചിട്ടില്ല. മനുഷ്യൻ തന്നിഷ്ടങ്ങളെ പിൻപറ്റി ഭൂമിയിൽ ജീവിക്കുന്നത് ഒരു നിമിഷം പോലും അള്ളാഹു അനുവദിക്കാത്തത് കൊണ്ടാണ്, ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഒന്നാമത്തെ മനുഷ്യൻ തന്നെ ഒന്നാമത്തെ പ്രവാചകനായത്. അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്.
സാധാരണഗതിയിൽ പ്രവാചകന്മാർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുക? ഇപ്പൊ വിശുദ്ധ ഖുർആൻ തന്നെ അവതരിപ്പിക്കുന്ന പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോൾ വൈല മദിയന അഖാഹും സ്വാലിഹൻ വൈല ആദിൻ അഖാഹും ഹൂദൻ, ഇങ്ങനെയാണ് അവർ പറയാം. എന്ന് പറഞ്ഞാൽ ഓരോ ജനസമൂഹത്തിലേക്കാണ്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയാകുമ്പോ ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, അപ്പൊ ലോകാനുഗ്രഹിയാണ്. എല്ലാ മനുഷ്യർക്കും മാത്രമല്ല മുഴുവൻ പ്രപഞ്ചത്തിലെ മുഴുവൻ ചരാചരങ്ങൾക്കും അനുഗ്രഹമായിട്ട്. അപ്പൊ ഏതോ ഒരു കൂട്ടരിലേക്കാണ് ഈ അയക്കുന്നത്, പ്രവാചകനെ നിയോഗിക്കുന്നത് എന്നാണ് ആ പറഞ്ഞതിന്റെ താല്പര്യം. അപ്പൊ ഒന്നാമത്തെ നബി ആദം നബി അലൈഹിസ്സലാം ആ ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യനാണ്. അദ്ദേഹത്തെ എവിടേക്കാ അയച്ചത്? അപ്പൊ നബിയെ ഒരു സമൂഹത്തിലേക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കാൻ അയക്കുന്നതാണ് എന്നതാണ് പൊതു തത്വമെങ്കിലും ഒന്നാമത്തെ മനുഷ്യനിൽ അള്ളാഹു ഇത് ആരംഭിച്ചു, ഈ പ്രവാചകനാക്കുക എന്ന പണി. കാരണം അള്ളാഹുവിന്റെ മാർഗനിർദ്ദേശത്തിന്റെ അഭാവത്തിൽ മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കാൻ പാടില്ല. ഇതാണ് റബ്ബിന്റെ തീരുമാനം, പ്രപഞ്ചനാഥന്റെ തീരുമാനം. അതുകൊണ്ടാണ് ഒന്നാമത്തെ മനുഷ്യൻ ഒന്നാമത്തെ പ്രവാചകനായി മാറിയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ഇനി കുറച്ചുകൂടി സാധാരണ നമ്മൾക്ക് അറിയാവുന്ന എന്നാൽ ഈ ചർച്ചയിൽ പ്രധാനപ്പെട്ട ചില വശങ്ങൾ, ലളിതമായ ചില വശങ്ങൾ ഞാൻ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അതെന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചാണ്. ഇസ്ലാം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ ബാധിക്കുന്ന എന്തോ കാര്യമാണ് എന്ന് പലപ്പോഴും പലരും ധരിച്ചു വശാകുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ കാഴ്ചപ്പാടിൽ ഇസ്ലാം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന, അവരെ സംബന്ധിക്കുന്ന എന്തോ ഒരു ലഘു ചർച്ചയുടെ വിഷയമല്ല. മറിച്ച് ഇവിടെ നേരത്തെ നമ്മുടെ അധ്യക്ഷൻ പരാമർശിച്ചതുപോലെ മുഴുവൻ മനുഷ്യരെയും ബാധിക്കുന്ന അടിസ്ഥാന വിഷയമാണ്. അപ്പോ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ കാഴ്ചപ്പാട് ഇസ്ലാമിക ജീവിത വീക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. ഇസ്ലാമിന്റെ ജീവിത വീക്ഷണം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ പ്രാപഞ്ചിക വീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇസ്ലാമിന് ഒരു പ്രാപഞ്ചിക വീക്ഷണമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം, ഈ കാണുന്നതൊക്കെ, ചെറുതും വലുതുമായി ഈ കാണുന്നതൊക്കെ എങ്ങനെ ഉണ്ടായി? ഇത് തനിയെ ഉണ്ടായതാണോ അതല്ല ഇതിനൊരു നിർമ്മാതാവ് ഉണ്ടോ? നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ട ഒന്നാമത്തെ ചോദ്യമാണത്. ഇവിടെ ഇരിക്കുന്ന ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം നിരീശ്വരവാദത്തിന്റെയോ യുക്തിവാദത്തിന്റെയോ ഒരു ബലത്തിൽ ചിന്തിക്കുന്നവരായിരിക്കില്ല പൊതുവിൽ മഹാഭൂരിപക്ഷവും. എന്നതുകൊണ്ട് പ്രപഞ്ചനാഥന്റെ അസ്തിത്വം അംഗീകരിച്ച ആളുകളോട് സംസാരിക്കുന്ന ശൈലിയിലും കാര്യങ്ങളിലും ഉള്ളടക്കത്തിലേ ഇപ്പൊ നമുക്ക് പറയാൻ നിർവാഹമുള്ളൂ. ഇതിനെയൊക്കെ നിഷേധിക്കുന്ന ഒരാളോടും നമുക്ക് ഈ കാര്യങ്ങൾ പറയാം, അതിൽ പരിമിതിയൊന്നുമില്ല. പക്ഷെ അത് കുറച്ചുകൂടി വേറെ തലത്തിൽ പോകേണ്ട ഒരു ചർച്ചയാണ്. ആ തലത്തിലേക്ക് ഇപ്പോ സമയപരിമിതി കാരണം ഞാൻ പോകുന്നില്ല. അപ്പൊ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ടോ? നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ട്. ഉണ്ട്. ആ സൃഷ്ടാവ് തന്നെയാണോ നമ്മൾ ഈ കാണുന്ന മുഴുവനും സൃഷ്ടിച്ചത്? ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് നിരന്തരം, നിങ്ങൾ ഖുർആൻ എടുത്ത് വായിച്ചു നോക്കൂ. സൂറത്തുൽ അറാഫിൽ അത് കുറച്ചുകൂടി സമഗ്രമായി ഒരൊറ്റ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്ന റബ്ബക്കുമുല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാമിൻ സുമ്മ ഇസ്തവ അലൽ അർശ് യുഗ്ശിൽ ലൈല അൻ-നഹാറ യത്ലുബുഹു ഹസീസ വശംസ വൽ ഖമറ വൻ നുജൂമ മുസഖറാത്തിൻ ബിഅംരി അലാ ലഹുൽ ഖൽഖു വൽ അംർ. അപ്പോൾ ഇന്ന റബ്ബക്കുമുല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള്, നിങ്ങളുടെ റബ്ബായ അല്ലാഹു. ആരാണ് ഈ അല്ലാഹു? നമ്മൾ അല്ലാഹ് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ. ആരാണ് ഈ അല്ലാഹ്? നമ്മൾ ഇസ്ലാം എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളുടെ മതം, നമ്മൾ അല്ലാഹ് എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളുടെ ആരാധ്യൻ. ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഷയും പ്രയോഗങ്ങളും മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. നമ്മൾ അല്ലാഹു എന്ന് അറബിയിൽ പറയുന്നത് പ്രപഞ്ചനാഥനെ പറ്റിയാണ്. ഈ പ്രപഞ്ചത്തിനൊരു നാഥൻ ഉണ്ടോ എന്ന ചോദ്യത്തിന് നമ്മൾ പൊതുവിലെത്തിയ മറുപടി എന്താണ്? നാഥനുണ്ട്. അപ്പൊ അല്ലാഹ് പറയാണ്, നിങ്ങളുടെ ഇലാഹ്, നിങ്ങളുടെ റബ്ബ്, നിങ്ങളുടെ യജമാനൻ, നിങ്ങളുടെ ഉടമസ്ഥൻ ആരാണ്? 6 ദിവസങ്ങളിലായിട്ട് ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാണ്. പിന്നീട് അവൻ അതിന്റെ ആധിപത്യം, അതിന്റെ ഉടമസ്ഥത, നോക്കി നടത്തിപ്പ് ഏറ്റെടുത്തു. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഒരു ആശയ വിവർത്തനമാണ് ഇപ്പൊ ഈ നടത്തുന്നത്. രാത്രി, പകല്, സൂര്യൻ, ചന്ദ്രൻ, എല്ലാം, നക്ഷത്രങ്ങൾ എല്ലാം അവന്റെ ആജ്ഞാനുവർത്തികളാണ്, അവന് വിധേയപ്പെട്ടാണ് നിലകൊള്ളുന്നത്. അല, നിങ്ങൾ അറിയുക, ലഹുൽ ഖൽഖു വൽ അംർ,
സൃഷ്ടിപ്പിനുള്ള അധികാരം അവനാണ് എങ്കിൽ ആ സൃഷ്ടി എന്താവണം എന്തായിക്കൂടാ എന്ന് തീരുമാനിക്കാനുള്ള അധികാരവും അവനാണ്. ഖാലിഖ് അവനാണ്. അതുകൊണ്ട് ഹാക്കിം അഥവാ വിധികർത്താവ് അവനായിരിക്കണം. ഇത് ആകെ ഖുർആനിലെ ഒറ്റ സ്ഥലത്ത് കാണുന്നതല്ല. നിങ്ങളിൽ പഠന താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടി ഞാൻ ഒരു ഉദാഹരണം പറയാം. സൂറത്തു ഫാത്തിർ 12 മുതലുള്ള സൂക്തങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയിട്ട് മുസാഹിബ് എടുത്തിട്ടൊന്ന് വായിച്ചു നോക്കൂ. പ്രപഞ്ചത്തിലെ ഒരുപാട് പ്രതിഭാസങ്ങളെ സംബന്ധിച്ച് അള്ളാഹ് അവിടെ ഇങ്ങനെ ലിസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ദാലിക്കും അല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക്, അവനാണ് അള്ളാഹുവായ നിങ്ങളുടെ റബ്ബായ അള്ളാഹു, അവനാണ് ആധിപത്യം എന്ന് അവിടെയും പറയുന്നത് കാണാം. ഒരുപാട് അള്ള സൃഷ്ടിച്ചു എന്ന് ആകാശത്തേക്ക് നോക്കുന്നില്ലേ, അല്ലെങ്കിൽ പിന്നെ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ, കപ്പലുകൾ പിന്നെ സമുദ്രങ്ങളിലൂടെ പോകുന്നത് കാണും. ഇങ്ങനെ ഒരുപാട് നിരന്തരം ഖുർആനിൽ നിങ്ങൾ കാണും. ഇതിപ്പോ എന്തിനാ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? ഇതിലെന്തോ തർക്കം ഉണ്ടായിട്ടാണോ? ഇതൊക്കെ ഞങ്ങൾ സൃഷ്ടിച്ചതാണ്, വേറെ ആരെങ്കിലും ഇവിടെ വന്ന് അവകാശവാദം ഉന്നയിക്കുകയും അതിന്റെ പാറ്റന്റ് എടുത്തു പോവുകയും അങ്ങനെ അള്ളാഹ് ആകെ കൂടി നിസ്സഹായനായി പോവുകയും ചെയ്യുന്ന എന്തെങ്കിലും അവസ്ഥ ഉണ്ടോ? അതൊന്നുമില്ല. പിന്നെ എന്തിനാണ് ഇത് പറയുന്നത്? ഇതൊരു തർക്ക വിഷയമായിട്ടല്ല ഇത് പറയുന്നത്. ഏത് ഇതിനെ ഈ കാണുന്നതൊക്കെയും ഞാനാണ് സൃഷ്ടിച്ചത്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളാണ് വലിയ വമ്പന്മാർന്ന്? ഈ ആകാശവും ഭൂമി എന്നിട്ട് ഇങ്ങനെ അവിടുന്ന് പിന്നെ അങ്ങോട്ട് പ്രകൃതിയിലെ മഹാ അത്ഭുതങ്ങളായ കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നത് കാണാം. അപ്പൊ ഇതെന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ, ഈ കാണുന്നത് മുഴുവൻ ഉണ്ടാക്കിയവൻ ആരാണോ അവനാണ് അതിന്റെ ഉടമസ്ഥൻ. ഇതിലിപ്പോ എന്തെങ്കിലും തർക്കം നമ്മുടെ നാട്ടിലുണ്ടോ? ഒരു കമ്പനി ഒരു സാധനം പുറത്തിറക്കിയാൽ ആ സാധനത്തിന്റെ ഉപയോഗക്രമം പറയേണ്ടത് വേറൊരു കമ്പനിയാണോ? ഞാൻ സാധാരണ എപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ ഇത് ആഹുജ കമ്പനിയുടേതാണ് ഈ മൈക്ക് എന്ന് വിചാരിക്കുക. ആഹുജ കമ്പനി മൈക്ക് സെറ്റ് വിപണിയിൽ ഇറക്കിയിട്ട് ആഹുജ കമ്പനിയുടെ ഈ കേബിള്, ഈ മൈക്രോഫോണും ആംപ്ലിഫയറും തമ്മിൽ അല്ലെങ്കിൽ മിക്സറും തമ്മിൽ ഘടിപ്പിക്കേണ്ടുന്ന ഈ കേബിളിന് പകരം പിന്നെ ഏതെങ്കിലും വാഷിംഗ് മെഷീനോ ഫ്രിഡ്ജോ പുറത്തിറക്കുന്ന കമ്പനിയുടെ ഒരു കേബിൾ ഉപയോഗിച്ചാൽ ഇത് വർക്ക് ചെയ്യുമോ? അല്ലെങ്കിൽ ഈ ആഹുജ കമ്പനി പുറത്തിറക്കിയ ഈ സാധനത്തെ പറ്റി ഇതിന്റെ ഫിറ്റ് എങ്ങനെയാവണം ഇത് ഉപയോഗിക്കേണ്ടത് എന്ന് പറയേണ്ടത് വാഷിംഗ് മെഷീനോ ഫ്രിഡ്ജോ പുറത്തിറക്കുന്ന ഒരു കമ്പനിക്ക് പറയാൻ പറ്റുമോ? അവരുടെ ഒരു കാറ്റലോഗും കൊണ്ട് ഈ ആംപ്ലിഫയറും വെച്ച് നിങ്ങളടുത്തേക്ക് ഒരാൾ വന്നാൽ വട്ട് കേസ് എന്നല്ലാതെ നമ്മൾ എന്താ പറയാം? ഇത് വളരെ സുസമ്മതമായ ഒരു യാഥാർത്ഥ്യമല്ലേ നമ്മുടെ ജീവിതത്തിൽ? ഏത് കമ്പനി ഒരു പ്രൊഡക്റ്റ് പുറത്തിറക്കിയോ ആ കമ്പനിയാണ് അതേപ്പറ്റി പറയുന്നത്. എങ്കിൽ ഇവിടെ ചോദ്യം, നിങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വിശിഷ്ടമായ പ്രൊഡക്റ്റ് ഉൽപ്പന്നം ഏതാണ്? നിങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വിശിഷ്ടമായ ഉൽപ്പന്നം നമ്മളൊരല്പം ബുദ്ധി പ്രയോഗിക്കുകയാണെങ്കിൽ അത് മനുഷ്യൻ തന്നെയാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതിന് ഒരുപാട് വിശദാംശങ്ങളുണ്ട്, ഞാൻ പറയുന്നില്ല. നമ്മൾ സാധാരണ പറയാറുള്ള പോയിന്റുകളാണ് അതൊക്കെ. നമ്മുടെ ഒരാളുടെ കണ്ണ് പോലെ വേറൊരാൾക്ക് കണ്ണില്ല, ഒരാളുടെ വിരലിന്റെ അഗ്രം പോലെ വേറൊരാളുടെ വിരലിന്റെ അഗ്രമില്ല, ഒരാളുടെ ഗന്ധം പോലെ വേറൊരാൾക്ക് ഗന്ധമില്ല എന്ന് പറഞ്ഞാൽ ഈ കുളിച്ച സോപ്പിന്റെയും അടിച്ച സ്പ്രേയുടെയും ഗന്ധമല്ല, എന്തു ചെയ്താലും പോകാത്ത ഒരു ഗന്ധം. ഈ പോലീസ് നായ മനുഷ്യനെ കുറ്റവാളിയെ പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ആ ഗന്ധമാണ്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്ക് എത്ര മനുഷ്യന്മാരുണ്ട് ഈ ലോകത്ത്? കോടിക്കണക്കിന് മനുഷ്യരുണ്ടെങ്കിൽ കോടിക്കണക്കിന് മനുഷ്യരുടെ മുഴുവൻ വിരലിന്റെയും അഗ്രം വ്യത്യസ്തം എന്നല്ലേ ഈ പറയണത്? അതെ, അവന്റെ വിരൽ അത്തുമ്പുകളെ പാകപ്പെടുത്തുവാൻ, ഡിസൈൻ ചെയ്യുവാൻ അവൻ പ്രാപ്തനാണ് എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട് 14 നൂറ്റാണ്ടുകൾക്കപ്പുറം. അപ്പൊ ഇപ്പൊ ഞാൻ ഇതിലേക്ക് വന്നത്, ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഈ അത്ഭുത സുന്ദര പ്രതിഭാസം ഈ ദുനിയാവിൽ, ഈ ലോകത്ത് എങ്ങനെ പ്രവർത്തിപ്പിക്കണം, അതെങ്ങനെ ഫിറ്റ് ചെയ്യണം, അത് എങ്ങനെ മറ്റുള്ളവരോട് എൻഗേജ് ചെയ്യണം, അതെങ്ങനെ തമ്മിൽ അവരെ എൻഗേജ് ചെയ്യുമ്പോൾ എങ്ങനെയാവണം, അവർ എങ്ങനെ മതം കൊണ്ട് നടത്തണം, അവരെങ്ങനെ സാമ്പത്തിക വ്യവഹാരം നടത്തണം, അവരെങ്ങനെ സാമൂഹിക പ്രവർത്തനത്തിൽ ഏർപ്പെടണം, അവരെങ്ങനെ രാഷ്ട്രീയത്തിൽ ഇടപെടണം. ഈ ജീവിതം എന്ന് പറഞ്ഞാൽ അതൊക്കെയാണല്ലോ. ഈ ജീവിതവും മനുഷ്യൻ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ആർക്കാണ് അധികാരം? ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിന്റെ അടിത്തറയിൽ വിശുദ്ധ ഖുർആൻ മുമ്പിൽ വെച്ചുകൊണ്ട് പറയുന്നു, മനുഷ്യൻ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ മനുഷ്യന്റെ ഉടമസ്ഥനായ, മനുഷ്യന്റെ സൃഷ്ടാവായ ഉടമസ്ഥനായ ശക്തി ആരോ അവനാണ് അധികാരം. അത് പറയാൻ ഞങ്ങളെ ന്യായം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളെ ന്യായം
പ്രമാണപരവുമാണ്, ബുദ്ധിപരവുമാണ്. പ്രമാണപരമാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആൻ അടിക്കടി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ ഒരു സാമ്പിൾ ഒരായത്ത് ഉദ്ധരിച്ചു. ഒരുപാട് ആയത്തുകൾ ഈ സ്വഭാവത്തിൽ നിങ്ങൾക്ക് ഖുർആനിൽ കാണാം. പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ ഓരോന്നിനെ കുറിച്ച് പറഞ്ഞിട്ട് തീരുമാനാധികാരം അള്ളാഹുവിനാണ് എന്ന് പറയുന്ന നിരവധി ആയത്തുകൾ ഖുർആനിൽ കാണാം. ഒന്നും രണ്ടും അല്ല. ഇപ്പൊ ഈ നിന്ന നിപ്പിൽ നിങ്ങൾ സമയം അനുവദിക്കുമെങ്കിൽ ഒരു 25-30 ആയത്തുകൾ ആ സ്വഭാവത്തിലുള്ളത് ഞാൻ ഓതി കേൾപ്പിക്കാം. അത്രയും ആയത്തുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. അപ്പോ അതിന്റെ അർത്ഥം പ്രമാണത്തിൽ പ്രാമാണികമായി മനുഷ്യൻ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം എന്ന ചോദ്യത്തിന് അവനെ മറുപടി പറയേണ്ടത് അള്ളാഹു നൽകിയ മറുപടിയാണ് ഖുർആൻ എന്ന് ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ബുദ്ധിപരമായി നമ്മൾ ചിന്തിച്ചാലോ, നേരത്തെ ഞാൻ പറഞ്ഞു, ഏത് കമ്പനി എന്തൊരു കണ്ടുപിടുത്തം നടത്തി ഒരു പ്രൊഡക്റ്റ് വിപണിയിൽ ഇറക്കിയാലും അതിന്റെ കൂടെ ആ കമ്പനി കൊടുക്കുന്ന കാറ്റലോഗ് ആ കമ്പനി തന്നെ ഇറക്കിയതായിരിക്കും. അല്ലാതെ വേറെ 2 കമ്പനിക്കാരുടേത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് മൂന്നാമത്തെ ഒന്നും ഉണ്ടാക്കിയിട്ട് ആരും ചെയ്യൂല. വേറൊരു കൂട്ടർക്ക് ആ വിഷയത്തിൽ അഭിപ്രായം പറയാനുള്ള അധികാരവും കൊടുക്കൂല. ഈ വളരെ പ്രാഥമികമായ ഈ മര്യാദകൾ പടച്ചോന്റെ കാര്യത്തിലും പാലിക്കണ്ടേ? ഇതാണ് ജമാഅത്തെ ഇസ്ലാമി പറയുന്ന ചർച്ചയുടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇസ്ലാമിക പ്രസ്ഥാനം ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങളെ കാണുക. ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളിൽ നിന്ന് കാര്യങ്ങളെ കാണുമ്പോൾ ഇസ്ലാമിക പ്രാപഞ്ചിക വീക്ഷണമാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ജീവിത വീക്ഷണത്തിന്റെ അടിസ്ഥാനം. ഇസ്ലാമിന്റെ പ്രാപഞ്ചിക വീക്ഷണം ഈ പ്രപഞ്ചം ഒരു നാഥനില്ല കളരിയല്ല, ഇതിനൊരു ഉടമയുണ്ട്, ഇതിനൊരു നാഥനുണ്ട് എന്നാണെങ്കിൽ ആ നാഥൻ സൃഷ്ടിപ്രക്രിയ നടത്തി എവിടെയോ എങ്ങാണ്ടോ പോയി വിശ്രമിക്കുന്നവനല്ല. പകരം എല്ലാ ഓരോ ദിവസവും അവനോ ഇതിന്റെ കാര്യത്തിൽ നിരന്തരം വ്യാപൃതനായിരിക്കുകയാണ്. ഒരില പോലും ഞെട്ടടർന്ന് ഭൂമിയിലേക്ക് വീഴുന്നില്ല. ഒരില പോലും ഞെട്ടുപൊട്ടി താഴെ വീഴുന്നില്ല. ഭൂമിയുടെ കറുകറുത്ത പാറക്കെട്ടുകൾക്കിടയിൽ എവിടെയോ അല്ലെങ്കിൽ പ്രകാശമാനമായ പ്രദേശങ്ങളിൽ എങ്ങാണ്ടോ ഒരു ധാന്യമണി പോലുമില്ല പടച്ചവന്റെ അറിവിൽപ്പെടാത്തതായിട്ട്. ഇങ്ങനെ ഒരു യജമാനൻ, ഒരു ഉടമത്തൻ ഈ ഭൂമിക്കുണ്ട്. ആ ഉടമയാണ് നമ്മുടെ ഉടമ. അവനാണ് നമ്മോട് കൽപ്പിക്കാൻ യഥാർത്ഥത്തിൽ അധികാരമുള്ളവൻ. അവന്റെ കൽപ്പന പോലെ വേറൊരാളുടെയും കൽപ്പന എടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. അവനെ അനുസരിക്കുന്നത് പോലെ വേറൊരാളെയും അനുസരിക്കുന്നത് അവനോട് ചെയ്യുന്ന നന്ദികേടാണ്. അവനെ മാത്രമേ യഥാർത്ഥത്തിൽ അവനോട് മാത്രമേ ചോദിച്ചിട്ട് ഫലമുള്ളൂ. ഈ ആശയങ്ങളെല്ലാം കൂടിയതിനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്. അപ്പോ ഒന്നാമത് ഞാൻ പറഞ്ഞത്, ജമാഅത്തെ ഇസ്ലാമിയുടെ കാഴ്ചപ്പാടിൽ ഖുർആൻ അവതരിപ്പിക്കുന്ന ഈ പ്രാപഞ്ചിക യാഥാർത്ഥ്യങ്ങളെ അവലംബിച്ചുകൊണ്ടും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടും ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഈ ജീവിത കാഴ്ചപ്പാടിനെയാണ് ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധീകരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ ആശയങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഖുർആൻ അറബി അറിയുന്നവരാണെങ്കിൽ ഒന്ന് ഓതി നോക്കൂ, അല്ലെങ്കിൽ പരിഭാഷയിലൂടെ ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. ഇതുമായിട്ട് ഓരോ സൂക്തവും ഈ ഒരു ഫ്രെയിമിൽ വളരെ മനോഹരമായി ചേർന്ന് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലാതെ അള്ള ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു, ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞു, പിന്നെ അള്ളാഹ്ക്ക് തന്നെ തോന്നിയോ പറയേണ്ടിയില്ല എന്ന് അപ്പൊ മാറ്റി പറഞ്ഞു. ഇങ്ങനത്തെ പ്രശ്നമൊന്നും പഠിച്ചവന്റെ ഖുർആനിൽ എവിടെയില്ല. അത് ജീവിതത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടാണ്. ആ ജീവിതത്തിൽ മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പെട്ടതാണോ അതെല്ലാം പെട്ടതാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ വേറാരുമില്ല എന്ന ഒരു പരിമിതാർത്ഥത്തിൽ നമ്മൾ എടുക്കരുത്. തീർച്ചയായിട്ടും ആരാധനക്കർഹൻ അള്ളാഹുവാണ്. എന്തുകൊണ്ട് അള്ളാഹുവാണ്? ഞാൻ നേരത്തെ പറഞ്ഞ സൂറത്ത് ഫാത്തിറിന്റെ ആ ഭാഗം വായിച്ചാൽ നിങ്ങൾക്ക് അത് വിസ്തരിച്ച് മനസ്സിലാവും. എല്ലാ പ്രകൃതി പ്രതിഭാസങ്ങളെ പറ്റിയും പറഞ്ഞിട്ട് അള്ളാഹ് പറയാണ്, ഇതിന്റെ ഒക്കെ മേലെയുള്ള മുൽക്ക് അഥവാ ആധിപത്യം അള്ളാഹ്ക്കാണ്. ആധിപത്യം ആരുടെ കയ്യിലാണോ അവനോട് ചോദിച്ചാലേ കിട്ടൂ. ഒരു മനുഷ്യൻ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുക, അല്ലെങ്കിൽ മരുഭൂമിയിൽ അകപ്പെട്ട ഒരാൾക്ക് ഒരിറ്റ് വെള്ളം കിട്ടുക, അല്ലെങ്കിൽ രോഗത്തോട് മല്ലടിക്കുന്ന ഒരു മനുഷ്യന് ഒരു ആശ്വാസം കിട്ടുക, ഇത് ഈ പ്രകൃതിയിലെ പല ഘടകങ്ങൾ ഒത്തുചേർന്ന് സ്വദേശപൂർവം പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്നതാണ്. പ്രകൃതിയുടെ ഈ എല്ലാ വസ്തുക്കളുടെ മേലെയും ഉടമസ്ഥത ആർക്കാണോ അവനെ അങ്ങനെ ഒരു ഓർഡർ ഇടാൻ പറ്റൂ. അവന്റെ ഓർഡർ അനുസരിച്ച് കാര്യങ്ങൾ നടക്കൂ. അതുകൊണ്ട് ആരുടെ കയ്യിലാണോ അധികാരമുള്ളത് അവനോട് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ. അപ്പൊ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന് പറയുന്നതിന്റെ പോലും കാമ്പ് ആധിപത്യം അള്ളാഹുവിനാകുന്നു എന്നതാണ്.
അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ മേൽ അധിപനാവാൻ, അധികാരം ആധിപത്യ കേന്ദ്രമാവാൻ, മനുഷ്യന്റെ അനുസരണവും വിധേയത്വവും ഒക്കെ അവകാശപ്പെടാൻ, മനുഷ്യനെ മനസ്സറിഞ്ഞുകൊണ്ട് വിളിക്കാനും ചോദിക്കാനും സങ്കടപ്പെടാനും, ഇങ്ങനെ ആരാധനയുടെ അനുസരണത്തിന്റെ അടിമത്വത്തിന്റെ ആശയം. ഇത് മലയാളത്തിൽ, നമ്മുടെ മലയാള ഭാഷയിൽ അക്ഷരങ്ങൾ കുറെ ഉണ്ടെങ്കിലും ആശയങ്ങൾ ഉൾക്കൊള്ളാൻ ശേഷി മലയാള ഭാഷയ്ക്ക് അറബി ഭാഷയുടെ അത്രയില്ല. അതുകൊണ്ട് നമുക്കിതിന് കുറെ പറയേണ്ടി വരികയാണ്. ഈ ഒരു കാഴ്ചപ്പാടിൽ അള്ളാഹുവിനെ നമ്മൾ കാണണം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്. ഇതിൽ കുറച്ചും കൂടി ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഒരൊറ്റ ഒരു കാര്യം പറയാം. എന്താന്ന് ചോദിച്ചാൽ, ഇലാഹ് എന്ന പ്രയോഗത്തെ അള്ളാഹ് തന്നെ വിശദീകരിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ. ഉദാഹരണത്തിന്, ലൗകാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദത ഫസുബ്ഹാനല്ലാഹി റബ്ബിൽ അർശി അമ്മാ യസിഫൂൻ ലാ തുസ്അലു അമ്മാ യഫ്അൽ വഹും യുസ്അലൂൻ. സൂറത്തുൽ അംബിയായിൽ ഇങ്ങനെ ഒരു സൂക്തം കാണാം. ആകാശഭൂമികളിലുള്ളതെല്ലാം ലൗകാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹ്, ആകാശങ്ങളിലോ ഭൂമിയിലോ അള്ളാഹുവിനെ കൂടാതെ വേറെ ഒരു ഇലാഹുണ്ടായിരുന്നുവെങ്കിൽ ലഫസദത, അത് രണ്ടും തകർന്നേനെ, നാശമടഞ്ഞേനെ. ആരാധ്യൻ എന്നുള്ളതിന് നമ്മൾ സാധാരണ എന്താ അർത്ഥം പറയാറ്? ആരാധ്യൻ. ഇലാഹ് എന്നതിന് ആരാധ്യൻ എന്നാണ് നമ്മൾ അർത്ഥം പറയാ. അപ്പോ ആ അർത്ഥം വെച്ചിട്ട് ഈ ആയത്തുകളും ചിന്തിച്ചു നോക്ക്. ലൗകാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹ്, ആകാശഭൂമികളിൽ അല്ലാഹുവല്ലാതെ ഒരു ആരാധ്യൻ ഉണ്ടായിരുന്നെങ്കിൽ ആകാശഭൂമികൾ തകർന്നേനെ. അതിപ്പോ എന്ത് വർത്താനം ഈ പറഞ്ഞത്? കോടിക്കണക്കിന് ആരാധ്യന്മാരില്ലേ ഭൂമിയിൽ? അള്ളാഹു അല്ലാതെ ഉണ്ടല്ലോ, കോടിക്കണക്കിന് ആരാധ്യന്മാരില്ലേ? പല മതവിഭാഗങ്ങളും പല രീതിയിലും ആരാധിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി അനവധി ആരാധ്യന്മാരില്ലേ? എന്നിട്ട് ആകാശവും ഭൂമിയും തകർന്നോ? അപ്പൊ ആരാധ്യനെ പറ്റിയല്ല അള്ളാഹു പറയണം. ഇത് ഞാൻ ലോജിക്കലി സ്ഥാപിക്കല്ല, ആയത്തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് ഓതി നോക്കാം. ലൗകാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദത, ആകാശഭൂമികളിൽ അല്ലാഹുവല്ലാത്ത ഒരു ഇലാഹുണ്ടായിരുന്നുവെങ്കിൽ അത് രണ്ടും തകർന്നേനെ. സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശി അമ്മാ യസിഫൂൻ, അർശിന്റെ ഉടയവൻ, സാക്ഷാൽ യഥാർത്ഥ സിംഹാസനത്തിന്റെ ഉടമസ്ഥൻ, ജനങ്ങളുടെ എല്ലാ വ്യാജ ജൽപ്പനങ്ങളിൽ നിന്നും പരിശുദ്ധനാണ് എന്നൊരു പ്രസ്താവന അവിടെ നടത്തിയ ശേഷം അല്ലാഹു പറയാണ്, എന്ത്? ലാ യുസ്അലു അമ്മാ യഫ്അൽ വഹും യുസ്അലൂൻ, അവൻ ചോദ്യം ചെയ്യപ്പെടുകയില്ല, ബാക്കി എല്ലാവരും ചോദ്യം ചെയ്യപ്പെടും. അപ്പൊ യഥാർത്ഥത്തിൽ ആ ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാ? യഥാർത്ഥത്തിൽ ഇലാഹ് എന്ന് പറയുന്നത് ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരം നമ്മൾ ആർക്ക് കൊടുക്കുന്നോ അതാണ്. നിങ്ങൾ നിങ്ങളുടെ ഇച്ഛക്കാണ് ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരം കൊടുത്തതെങ്കിൽ നിങ്ങളുടെ ഇലാഹ് നിങ്ങളുടെ ഇച്ഛയാണ്. ഖുർആൻ പറഞ്ഞതല്ലേ, അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാ, ഇച്ഛയെ നിങ്ങൾ ഇച്ഛയെ ഇലാഹാക്കിയവനെ നീ കണ്ടില്ലയോ എന്ന് ഖുർആൻ ചോദിച്ചല്ലോ. അപ്പോ ജീവിതത്തിൽ പരമസ്ഥാനം, അല്ലെങ്കിൽ ജീവിതത്തിന്റെ ആധിപത്യം, അല്ലെങ്കിൽ ജീവിതത്തിന്റെ അന്തിമ യഥാർത്ഥ ഉടമസ്ഥന അധികാരം ഒരാൾ ഇച്ഛക്കങ്ങ് വകച്ചു കൊടുത്തിരിക്കുകയാണ്. ഇച്ഛ തോന്നിപ്പിക്കണതൊക്കെയാണ് അയാൾ ചെയ്യുന്നത്. അയാളുടെ ഇലാഹ് ഇച്ഛയാണ്. ആ സ്ഥാനത്ത് വേറെ ഒരു അധികാര കേന്ദ്രം, വേറെ ഏതോ ഭരണാധികാരിയോ രാജാവോ വർഗമോ വംശമോ ദേശമോ രാഷ്ട്രമോ എന്തോ ആവട്ടെ, അവസാന വാക്ക് പറയാനുള്ള അധികാരം നിങ്ങൾ എന്തിനു കൊടുത്തിരിക്കുന്നോ അതാണ് അവരുടെ ഇലാഹ്. നമ്മുടെ ഈ ഹൈന്ദവ ദേശീയതയെ, ദൈവത്തെ, ദേശത്തെ തന്നെ ഇലാഹാക്കി എന്ന് നമ്മൾ പറയുന്നത് ആദർശവാക്യത്തിന്റെ താല്പര്യം മനസ്സിലാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു ഏരിയ എന്നതുകൊണ്ടാണ് ഞാൻ ലേശം സമയത്ത് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ 2-3 മണിക്കൂർ ഇത് തന്നെ പറയേണ്ടി വരും. ഞാൻ വെറുതെ നിങ്ങളെ ഇതാക്കാൻ വേണ്ടി പറയില്ല. IPHന്റെ ഈ ഇബാദത്തിനെ കുറിച്ചും അടിസ്ഥാനങ്ങളെ പറ്റിയും എഴുതപ്പെട്ട പുസ്തകങ്ങളിലൂടെ നിങ്ങളൊന്ന് കണ്ണോടിച്ച് നോക്കും. അപ്പൊ മനസ്സിലാവും ഇത് എത്ര ആഴമുള്ള ഒരു സൈദ്ധാന്തിക ചർച്ചയാണെന്ന്. പക്ഷേ ഇത് വലിയ സിദ്ധാന്തമൊന്നും ആക്കാതെ ലളിതമായും പറയാൻ കഴിയും. നമുക്ക് നിങ്ങൾക്ക് ആർക്കും ഇതേക്കുറിച്ച് ചിന്തിച്ചാൽ ഇത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്: ജീവിതത്തെ സംബന്ധിച്ച് നമ്മളോട് സ്വതന്ത്രമായി കൽപ്പിക്കാൻ അധികാരമാർക്ക്, നമ്മളുടെ യഥാർത്ഥ ഉടമസ്ഥൻ ആര്, നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ തീർപ്പ് പറയേണ്ടവൻ ആര്, ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മളുടെ ആരാധനകളും അനുസരണവും നേർച്ചകളും നൈവേദ്യങ്ങളും കടാക്ഷങ്ങളും പ്രതീക്ഷകളും ഒക്കെ സമർപ്പിക്കേണ്ടത് ആരുടെ മുമ്പിൽ? ഇതിനെ പ്രതീക്ഷ വന്ദിപ്പിക്കാനും നേർച്ച നേരാനും വേറൊരു കേന്ദ്രം, നമുക്ക് കൽപ്പിക്കാൻ വേറൊരു കേന്ദ്രം, നമുക്ക് അനുസരിക്കാൻ മറ്റൊരു കേന്ദ്രം. അതിനൊരു വകുപ്പില്ല.
സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോയപ്പോ പ്രവാചകന്റെ പ്രതിയോഗികൾ പറഞ്ഞതിനെന്താ, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദൻ, നമ്മളുടെ എല്ലാ ഇലാഹുകളെയും കൂടി ഒറ്റ ഇലാഹാക്കിയല്ലോ, ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, ഇതൊരു വല്ലാത്ത അത്ഭുതം തന്നെ എന്നാണ്. അപ്പൊ അവർക്ക് മനസ്സിലായിട്ടുണ്ട് പല ഇലാഹുകളെ കൊണ്ടു നടന്നിരുന്ന ഞങ്ങളുടെ മുമ്പിൽ ഒരൊറ്റ ഇലാഹിനെ പറ്റി. ഒറ്റ ഇലാഹ് എന്ന് പറയുമ്പോൾ ആരാധ്യം എന്ന് ചിന്തിക്കരുത്, പകരം എന്ത് ചിന്തിക്കണം? യജമാനൻ, ഉടമസ്ഥൻ, അധികാരി എന്നൊക്കെ ചിന്തിക്കണം. ആ അധികാരം അള്ളാഹുവിന് വകവെച്ചു കൊടുത്തതുകൊണ്ടാണ് നമ്മൾ അവനോട് ചോദിക്കുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആ യജമാനൻ കൽപ്പിച്ചത് കൊണ്ടാണ് നമ്മൾ അവനെ ആരാധിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയവുമായി ബന്ധപ്പെട്ട ആദർശ ഇസ്ലാമിക പ്രസ്ഥാനം എന്ന നിലക്ക് ജമാഅത്തെ ഇസ്ലാമി ഈ മുസ്ലിങ്ങളുടെ മുമ്പിലല്ല, ഈ രാജ്യത്തെ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരുടെ മുമ്പിലും സമർപ്പിക്കുന്ന ജീവിത വീക്ഷണത്തിന്റെ ഒന്നാമത്തെ അടിസ്ഥാനം. ഈ പ്രപഞ്ചത്തിനൊരു ഉടമസ്ഥനുണ്ട്. ആ ഉടമസ്ഥൻ അതിന്റെ സൃഷ്ടാവ് ആരാണോ അവനാണ്. അവൻ സൃഷ്ടാവും ഉടമസ്ഥനുമായിരിക്കെ അവന്റെ സൃഷ്ടികളുടെ മേൽ അവന്റേതല്ലാത്ത ഒരു കേന്ദ്രം അധികാരം പ്രയോഗിക്കുക, എന്നിട്ട് അവരുടെ തീരുമാനം പറയാ. ഏതുപോലെ ആഹുജ കമ്പനിയുടെ മൈക്ക് സെറ്റിന്റെ മേലെ ആംപ്ലിഫയറിന്റെയും അതുപോലെയുള്ള സൗണ്ട് സിസ്റ്റത്തിന്റെ വ്യത്യസ്തങ്ങളായ ഫിറ്റിംഗ്സിന്റെയും മേലെ വാഷിംഗ് മെഷീനോ ഫ്രിഡ്ജോ വിപണിയിൽ ഇറക്കുന്ന കമ്പനിയുടെ ആളുകൾ വന്നിട്ട് അവരുടെ നിയമാവലി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് പോലെ അള്ള വിപണിയിൽ ഇറക്കിയ അത്ഭുത സുന്ദര പ്രതിഭാസമായ മനുഷ്യന്റെ മേൽ ആരൊക്കെയോ തട്ടിക്കൂട്ടിയ നിയമങ്ങൾ കൊണ്ടുവന്ന് നടപ്പിലാക്കുക, വേറെ ഏതൊക്കെയോ ആരാധ്യന്മാരെ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിക്കുക, വേറെ ഏതൊക്കെയോ കേന്ദ്രങ്ങളുടെ മുമ്പിൽ ഇവര് പോയി സർവ്വതും സമർപ്പിക്കുക. ഇതൊന്നും ലോജിക്കലി നിലനിൽക്കുന്നതല്ല, പ്രമാണപരമായും നിലനിൽക്കുന്നതല്ല. ഇതിൽ ഒരുപാട് പറയാം. ഇപ്പൊ ഞാൻ ഈ ചർച്ചയിൽ ഈ വിഷയത്തെ കുറിച്ച് പറയുന്നുള്ളൂ. അപ്പോ ഇങ്ങനെ ഒരു യജമാനനും ഉടമസ്ഥനും ഈ പ്രപഞ്ചത്തിനുണ്ട്. ആ യജമാനനും ഉടമസ്ഥനും ആരോ അവൻ തന്നെയാണ് എന്റെ യജമാനനും ഉടമസ്ഥനും എന്നൊരാൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ അവനാണ് മുസ്ലിം. അവന് ഏത് കുടുംബത്തിൽപ്പെട്ടവനാണ്, ഏത് വർഗത്തിൽപ്പെട്ടവനാണ്, ഏത് ജാതിയിൽപ്പെട്ടവനാണ്, ഏത് നാട്ടുകാരനാണ്, സമ്പത്തുള്ളവനാണോ സമ്പത്തില്ലാത്തവനാണോ, സൗന്ദര്യമുള്ളവനാണോ, തൊലി വെളുത്തവനാണോ കറുത്തവനാണോ, ഇതൊന്നും പിന്നെ പ്രശ്നമല്ല. അവൻ പ്രപഞ്ചനാഥനെ അവന്റെ യഥാർത്ഥ യജമാനനെ അറിഞ്ഞവനും അംഗീകരിച്ചവനും അവന് വഴിപ്പെട്ട് ജീവിക്കുന്നവനുമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹുവിനുള്ള അനുസരണത്തിൽ മനുഷ്യൻ നിലകൊള്ളുന്നതിന്റെ പേരാണ്, അല്ലാതെ അള്ളാഹുവിനെ കുറച്ചു സമയം ആരാധിക്കുന്നതിന്റെ പേരല്ല. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹുവിനുള്ള അനുസരണത്തിൽ മുഴു സമയം ഒരു വിശ്വാസി, ഒരു മനുഷ്യൻ നിലകൊള്ളുന്നതിന്റെ പേരാണ്. നമ്മൾ സാധാരണ മനസ്സിലാക്കിയ മാതിരി അങ്ങനെ കുറഞ്ഞ സമയം ആരാധന ഒക്കെ ചെയ്യുക, അങ്ങനെ മരിക്കുന്നവർക്ക് സ്വർഗം കിട്ടും, ഇങ്ങനെ സ്വകാര്യമായി സ്വർഗത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് ഇസ്ലാം എന്ന് തിരിച്ചാൽ ദീനുൽ ഇസ്ലാം ഒന്നും മനസ്സിലാവില്ല. ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹുവിനുള്ള അനുസരണത്തിന്റെ അടിത്തറയിൽ ജീവിതത്തെ നിലനിർത്തുന്നതിന്റെ പേരാണ്. നിങ്ങൾ ഖുർആനിലേക്ക് നോക്കൂ. സൂറത്തുൽ ഹുജറാത്തിൽ നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്ന പക്ഷം നിങ്ങളുടെ ഒരു പ്രവൃത്തിയും വെറുതെ ആവില്ല. അതായത് അവർക്കുള്ള അള്ളാഹുവിനും റസൂലിനുമുള്ള അനുസരണത്തിന്റെ ഫ്രെയിമിലാണോ നിങ്ങളുടെ ജീവിതമുള്ളത്, നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിക്കും അള്ളാഹ് കൂലി തരും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ നിസ്കാരത്തിനും നോമ്പിനും മാത്രമാണ് കൂലി എന്നല്ല. അങ്ങനെ അപ്പൊ അതാണ് ജീവിതത്തിന്റെ വിശാലത എന്ന് പറഞ്ഞത്. ഞാൻ ഈ വശത്ത് കുറച്ചധികം പറഞ്ഞത് ഈ അസിൽ അടിസ്ഥാനം മനസ്സിലാവാതെ ജമാഅത്തെ ഇസ്ലാമി പറയുന്ന പല കാര്യങ്ങളും മനസ്സിലാവില്ല. ഇനി വീണ്ടും ഖുർആൻ പറയുന്നുണ്ട്. എന്ത്? യാ അയ്യുഹല്ലദീ സൂറത്ത് മുഹമ്മദ്, യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വലാ തുബ്തിലു അഅമാലക്കും. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം. നിങ്ങളുടെ അമലുകൾ, നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾ തന്നെ ബാത്തിലാക്കരുത്. അള്ളാഹിനെയും റസൂലിനെയും അനുസരിക്കാതെയാണ് കർമ്മം ചെയ്യുന്നതെങ്കിൽ ആ ചെയ്തതൊക്കെ ബാത്തിലാണ്. അത് നമസ്കാരമായാലും ബാത്തിലാണ്, കച്ചവടമായാലും ബാത്തിലാണ്, കൃഷിയായാലും ബാത്തിലാണ്. എന്തിനധികം പറയണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഞാൻ ഈ ചർച്ച മനസ്സിലാകാൻ വേണ്ടി, ഒരു തുടക്കക്കാരായ വല്ലവരുണ്ടെങ്കിൽ അവർക്ക് ഈ ചർച്ച മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ, പുണ്യത്തെ പറ്റി പറയുന്ന കൂട്ടത്തിൽ, ഒരാൾ തന്റെ ശാരീരിക ആവശ്യങ്ങളുടെ ശമനത്തിന് വേണ്ടി തന്റെ ഇണയെ സമീപിക്കുന്നത് പുണ്യമാണ് എന്ന് പറഞ്ഞു. അതിന്റെ അറബിയൊക്കെ ഹദീസ് നിങ്ങൾക്കറിയാം. ഞാൻ സമയം ചുരുക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ പറഞ്ഞത്, നേരിട്ട് പറഞ്ഞത്. അപ്പൊ നമ്മള് ഈ
സഹാബിമാരിൽപ്പെട്ട ഒരാൾ ചോദിച്ചു, അല്ല റസൂല ഇപ്പൊ എന്തിനാ കൂലി? അത് ഞങ്ങളുടെ നാട്ടിലെ ക്രിസ്ത്യാനിയും ഹിന്ദുവും മജൂസിയും ജൂതനും എല്ലാവരും ചെയ്യുന്ന കാര്യമാണല്ലോ, അതിലിപ്പോ നമ്മളൊരു മുസ്ലിം ചെയ്തിട്ട് അതിനെന്തിനാ കൂലി? ആ സഹാബി അത് ചോദിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ദീനിന്റെ വലിയ ഒരു ആശയ പ്രപഞ്ചം നമുക്കറിയാതെ പോയേനെ. ആ സഹാബി അത് ചോദിച്ചപ്പോ റസൂലുള്ളാന്റെ വിശദീകരണം എന്ന് പറയുന്നത് ഒരു മറുചോദ്യമാണ്. എന്താ മറുചോദ്യം? ഒരാൾ തന്റെ ശാരീരിക ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് പ്രപഞ്ചനാഥൻ അനുവദിച്ചതല്ലാത്ത ഒരു മാർഗം സ്വീകരിച്ചാൽ കുറ്റമുണ്ടാവുമോ? LGBTQ+ വലിയ സാധ്യതയുണ്ടല്ലോ. അതിലേതെങ്കിലും ഒരു ഓപ്ഷൻ എടുത്തിട്ട് തന്റെ ആഗ്രഹ പൂർത്തീകരണം നടത്തിയാൽ കുറ്റം ഉണ്ടാവുമോ തിരിച്ചു ചോദിച്ചു റസൂലുള്ള. LGBTQ ഇപ്പൊ ഞാൻ പറഞ്ഞതാണ് നമ്മൾ അന്നത്തെ ഭാഷയിൽ. അപ്പൊ സഹാബി പറഞ്ഞു, അതുണ്ടാവും ഉറപ്പല്ലേ? എങ്കിൽ ആ സാധ്യതകളൊക്കെ തന്റെ മുമ്പിലുണ്ടായിരിക്കെ, ആ സാധ്യതകളൊക്കെ തനിക്ക് പ്രാപ്യമായിരിക്കെ, ആ സാധ്യതകളെ കുറിച്ചൊക്കെ തനിക്ക് വിവരവും ഉണ്ടായിരിക്കെ, അതൊന്നും വേണ്ടെന്ന് വെച്ച് അള്ളാഹ് അനുവദിച്ചത് മാത്രം തെരഞ്ഞെടുത്ത് അതിൽ തൃപ്തിപ്പെടുന്നതിന് കൂലി കൊടുക്കണ്ടേ? ആ ശരിയാണ്. ഈ ഒരു തത്വം മൊത്തം ദീനിനും ബാധകമാണ്, നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹു, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആയത്ത്, അള്ളാഹുവിനും അവന്റെ റസൂലിനുമുള്ള അനുസരണത്തിന്റെ ഫ്രെയിമിലാണ് നിങ്ങളുടെ ജീവിതത്തെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഒരു പ്രവൃത്തിയും പിന്നെ വെറുതെ ആവില്ല. നേരെ മറിച്ച് അള്ളാഹുവിനുള്ള അനുസരണത്തിന്റെ ഫ്രെയിമിന് പുറത്താണ് നിങ്ങളുടെ നിസ്കാരമെങ്കിലോ നിസ്കാരക്കാർക്ക് നാശം എന്നാണ് ഖുർആന്റെ പ്രയോഗം. ഈ സ്വഭാവത്തിൽ ഈ ദീനിനെ നിങ്ങൾ മനസ്സിലാക്കണം. ആദർശവുമായി ബന്ധപ്പെട്ട ആ തലം നമുക്ക് അവിടെ വെച്ച് നിർത്താം. ചുരുക്കിയ വാചകങ്ങളിൽ രണ്ട് കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. രണ്ടാമത്തത്, ഈ ഒരു ആദർശം അംഗീകരിച്ച ഒരു കൂട്ടർ ഭൂമിയിൽ ഉണ്ടാകുമ്പോൾ അവർ ഈ ഭൂമിയിൽ പണിയെടുത്താൽ ഈ ആദർശത്തിന്റെ താല്പര്യം പുലരുന്ന സാമൂഹിക ക്രമം ഉണ്ടാവണ്ടേ? അല്ലാതെ ഇങ്ങനെ ഒരു ആദർശം അംഗീകരിച്ചിട്ട് പിന്നെ വേറെന്തോ ഒരു കാര്യം പുലരാൻ വേണ്ടി പണിയെടുക്കുക എന്ന് പറഞ്ഞത് ബുദ്ധിക്ക് സ്ഥിരത ആരെങ്കിലും ചെയ്യൂലല്ലോ. നമ്മളൊരു കാര്യം ഒരു കാര്യം ഉൾക്കൊണ്ടാൽ ആ ഉൾക്കൊണ്ട കാര്യം പുലരാൻ പറ്റിയ ഒരു കർമ്മ പരിപാടിയല്ലേ നമുക്കുണ്ടാവുക? അതല്ലേ ഉണ്ടാവേണ്ടത്? എങ്കിൽ അള്ളാഹു പ്രവാചകന്മാർക്ക് അവരുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യം നിശ്ചയിച്ചു കൊടുത്തത് അപ്രകാരമാണ്. നിങ്ങൾ ഒരു കാര്യം കാണാതെ പഠിച്ചു വെക്കേണ്ടത്, ഭൂമിയിലെ മനുഷ്യവംശത്തിന് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ആദർശം എന്നും ഒന്നായതുപോലെ ഭൂമിയിലെ മനുഷ്യ സമൂഹത്തിന്റെ സംഘടിത ശ്രമങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ലക്ഷ്യവും എന്നും ഒന്നാണ്. അല്ലാതെ ഓരോരുത്തർക്ക് തോന്നിയമാതിരി ലക്ഷ്യം സ്വീകരിക്കാൻ പറ്റില്ല. നമ്മളൊരു കമ്മിറ്റി കൂടിയിട്ട് നമുക്കിപ്പോൾ എന്തിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം, നമ്മൾ ചെറിയ ഒരു ലക്ഷ്യം, അങ്ങനെ പറ്റൂല. അതൊരു ലക്ഷ്യം നിശ്ചയിച്ചിട്ടുണ്ടോ എങ്കിൽ പിന്നെ അത് സ്വീകരിക്കണം. ഭൂമിയിൽ സംഘടിതമായി ജീവിച്ച ഒന്നാമത്തെ സമൂഹം എന്ന് പറയുന്നത് ഖുർആന്റെ ഭാഷയിൽ നൂഹ് നബിയുടെ ജനതയാണ്. അത് ഞാൻ അങ്ങനെ പറയുന്നത്, ഇന്നി ദഅഉതു ഖൗമി എന്ന് നൂഹ് നബി പ്രയോഗിക്കുന്നുണ്ട്. എന്റെ ജനത, എന്റെ ഖൗമ്, എന്റെ സമൂഹം. അപ്പൊ ഒരു ചെറിയ ഖൗമ്, ഒരു കൂട്ടർ അവിടെ ഉണ്ട്. ആദം നബിന്റെ മാതിരി ബാപ്പയും മക്കളും മാത്രമല്ല, ഒരു ചെറിയ ജനത അവിടെ ഉണ്ട്. ആ ജനതയുടെ നേതാവായ നബിയുടെ ലക്ഷ്യം എന്താ? സൂറത്ത് ശൂറയിൽ നിങ്ങൾക്ക് കാണാം, നിങ്ങൾ ഈ ഭൂമിയിൽ ദൈവിക വ്യവസ്ഥിതിയെ സംസ്ഥാപിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ മുഴുവൻ ജീവിത വ്യവഹാരങ്ങളിലും അള്ളാഹുവിന്റെ ദീനിന്റെ സംസ്ഥാപനം. അതാണ് ആ ആയത്ത്. നിങ്ങൾ പഠിച്ചു നോക്കൂ. അവിടെ സംഘടിത സമൂഹത്തിലേക്ക് വന്ന ഒന്നാമത്തെ പ്രവാചകനെ അഥവാ നൂഹ് നബിയെയും മനുഷ്യ സമൂഹത്തിലേക്ക് അള്ളാഹു അയച്ച അവസാനത്തെ പ്രവാചകൻ അഥവാ മുഹമ്മദ് നബിയെയും ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. മുമ്പ് നോഹിനോട് ഞാൻ പറഞ്ഞത്, ഇപ്പൊ നിനക്ക് ഞാൻ ബോധനം നൽകിയത്. എന്നിട്ട് പിന്നീട് മൂസ, ഈസ, ഇബ്രാഹിം അലൈഹിമുസ്സലാം ഇവർക്ക് കൂടി. അപ്പൊ 5 നബിമാരെ പരാമർശിച്ചുകൊണ്ട് ഒരു ലക്ഷ്യം അള്ളാഹു നമുക്ക് ചെയ്തു തന്നിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം, ഖുർആനും സുന്നത്തും വെച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം, അള്ളാഹു പ്രവാചകന്മാർക്ക് ഒരു ലക്ഷ്യം നിശ്ചയിച്ചു കൊടുത്ത ശേഷം ആ ലക്ഷ്യം വിട്ട് കളിക്കാൻ പ്രവാചകന്മാർക്ക് അനുവാദം ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ പ്രവാചകന്മാർ കൊണ്ടുവന്ന ലക്ഷ്യത്തിൽ നിന്ന് അതിനെ കൈവിട്ട് വേറൊന്നിനു വേണ്ടി പ്രവർത്തിക്കാൻ മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഡിആറുകൾക്ക് അനുവാദമില്ല. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ്, നേരത്തെ ഞാൻ പറഞ്ഞ വിശദീകരണ സ്വഭാവത്തിലുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം ഇഖാമത്തുദ്ദീനാണ്. ദീനിനെ നിലനിർത്തുക, സംസ്ഥാപിക്കുക എന്നൊക്കെ പറയാം. ഇഖാമത്ത് സലാത്ത് എന്ന് കേട്ടാൽ നമുക്ക് വേഗം മനസ്സിലാവും.
ഇഖാമത്ത് സലാത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തെ കുറിച്ച് പ്രസംഗിക്കൽ മാത്രമല്ലല്ലോ. ഇഖാമത്ത് സലാത്തിൽ എത്ര വലിയ ബൃഹത്തായ പദ്ധതിയാണെന്ന് ഇപ്പൊ നിങ്ങളോട് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എങ്കിൽ ഇഖാമത്ത് എന്നുള്ള പ്രയോഗവും ഈ ഖുർആൻ തന്നെയാണ് പഠിപ്പിച്ചത്. ഈ ഇഖാമത്ത് സലാത്ത് മുസ്ലിങ്ങൾക്ക് മനസ്സിലായ മാതിരി, അള്ളാഹുവിന്റെ അടിയാറുകൾക്ക് മനസ്സിലായ മാതിരി ഇഖാമത്തുദ്ദീനിന്റെ പാക്കേജും മുസ്ലിങ്ങൾക്ക് മനസ്സിലാകേണ്ടിയിരുന്നു. നമ്മൾ ജീവിതത്തെ പകുതി രാഷ്ട്രീയക്കാർക്കും പകുതി മതക്കാർക്കും വീതം വെച്ചപ്പോഴാണ് ഇഖാമത്തുദ്ദീനിന്റെ സ്കീം നമ്മുടെ ജീവിതത്തിൽ ഫിറ്റാകാതെ പോയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്ത് എതിർപ്പുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഉന്നയിക്കാം. തെളിവ് വേണം മറുവശം പറയുന്നവർക്ക് എന്ന് മാത്രമേ എനിക്ക് വാദമുള്ളൂ. വേറൊരു വിയോജിപ്പില്ല. എത്ര സമയം വേണമെങ്കിലും നമുക്ക് സംസാരിക്കാം. സംവാദമല്ല, ആശയങ്ങൾ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അപ്പോ അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ഒരാദർശം, അള്ളാഹു നിശ്ചയിച്ച ലക്ഷ്യം, ഇതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ഇനി മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ പറയാം. ഇനി ഇത്ര മാത്രം എനിക്ക് പറഞ്ഞാൽ മതി എന്നാണ് എന്റെ അഭിപ്രായം. അതെന്താണ്? ഈ പറയപ്പെട്ട രീതിയിൽ ഒരു ആദർശവും ഈ പറയപ്പെട്ട സ്വഭാവത്തിലുള്ള ഒരു ലക്ഷ്യവും, ലക്ഷ്യത്തെ പറ്റി ഞാൻ വളരെ കുറഞ്ഞ വാചകങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ആയത്ത് പോലും മുഴുവൻ ഉദ്ധരിച്ചിട്ടില്ല, സമയം ചുരുക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഇങ്ങനെ ഒരു ആദർശവും ആ ആദർശം പുലരാൻ ന്യായമായും ഉതകുന്ന ഒരു ലക്ഷ്യവും ഒരു മുസ്ലിം അംഗീകരിച്ചാൽ അയാൾക്ക് മതേതര ജനാധിപത്യത്തോട് എന്താ സമീപനം ഉണ്ടാവുക? അയാൾ ദേശീയതയെ എങ്ങനെ കാണാം? അയാൾ മറ്റ് സ്വന്തം നിലക്ക് മനുഷ്യന്റെ മേൽ അധികാരം സ്ഥാപിക്കാൻ വേണ്ടി രൂപപ്പെട്ടു വന്ന ഒരു ഭൗതിക രാഷ്ട്രീയ പാർട്ടിയെ എങ്ങനെ കാണുക? ഇങ്ങനെ കുറെ ചോദ്യം ഉണ്ടാവും. ആ ചോദ്യങ്ങൾക്കൊക്കെ ഈ അടിസ്ഥാനമായി നമ്മൾ അംഗീകരിച്ചാൽ വളരെ കൃത്യതയുള്ള ഒരു മറുപടി ഖുർആൻ നമുക്ക് പറഞ്ഞു തരും. ഈ അടിസ്ഥാനം അംഗീകരിക്കാതെ നിങ്ങളെന്താ അങ്ങനെ പറഞ്ഞത്, നിങ്ങളെന്താ ഇങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ എത്ര പറഞ്ഞാലും എന്താ അങ്ങനെ ആയത് ഇങ്ങനെ ആയതെന്നൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ഇസ്ലാമിക പ്രസ്ഥാനം ഖുർആനും സുന്നത്തും അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഒരു ദീനീ പ്രസ്ഥാനമാണെന്നും ആ ദീനീ പ്രസ്ഥാനം ദീനീയായ അടിത്തറകളിൽ നിന്നുകൊണ്ടാണ് ദുനിയാവിലെ ഏത് കാര്യത്തിലും അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുമുള്ള അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വേണം ഇസ്ലാമിക പ്രസ്ഥാനത്തെ വിലയിരുത്താനും മനസ്സിലാക്കാനും നിരൂപിക്കാനും വിമർശിക്കാനും എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി വിശദാംശങ്ങളൊക്കെ ഓരോന്നിന്റെ സമയത്ത് അതാതിന്റെ സന്ദർഭത്തിൽ നമുക്ക് അതേപ്പറ്റി ആലോചിക്കാം. ബഹുമാന്യനായ PI നൗഷാദ് സാഹിബ് നമ്മുടെ ശുറാംഗവും കൂടെ ഉണ്ട്. അദ്ദേഹത്തിനും ഞാനും ഒക്കെ കൂടിയായി ഞങ്ങൾ ഈ നമ്മുടെ മുമ്പിൽ വരുന്ന ചോദ്യങ്ങൾക്ക്, അന്വേഷണങ്ങൾക്ക് നമുക്ക് സാധ്യമാകുന്ന അളവിലുള്ള വിശദീകരണങ്ങൾ നൽകും ഇൻഷാ അല്ലാഹ്. അങ്ങനെ നമുക്ക് കൂടുതൽ വ്യക്തതയിലേക്ക് പോകാം. ഇത് നമ്മുടെ ഇഹപര വിജയം തീരുമാനിക്കുന്ന, നമ്മളുടെ ആദർശം എന്താണെന്നും നമ്മുടെ ജീവിത ലക്ഷ്യം എന്തായിരിക്കണമെന്നുമുള്ള ഗൗരവപ്പെട്ട ഒരു ചർച്ചയാണ്, അല്ലാതെ ഏതോ ഒരു സംഘടനാ കാര്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഗൗരവത്തോടെ ഈ വിഷയത്തെ സമീപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.